ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മദർ ആൻഡ് ചൈൽഡ് വേൾഡ് ജേണി എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം ഫാമിലിയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജെനി. എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഞാൻ തൈറോയിഡിൻ്റെ മെഡിസിൻ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രഗ്നൻ്റ് ആകാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് തൈറോയിഡ് ഉള്ളത് കൊണ്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ അത് മിസ്കാരേജ് ആകുമോ, അതുമല്ലെങ്കിൽ തൈറോയിഡ് ഉള്ളത് കൊണ്ട് IVF സക്സസ് ആകാതിരിക്കുമോ, ഇതുപോലെയൊക്കെയുള്ള അല്ലെങ്കിൽ വേറെ ഒരുപാട് സംശയങ്ങൾ ഇതിനെ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ മനസ്സിലും കാണും. അപ്പോൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനെ റിലേറ്റ് ചെയ്ത് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ തൈറോയിഡിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം. തൈറോയിഡ് ഉണ്ടെങ്കിൽ ഈസിലി നമുക്ക് എങ്ങനെയാണ് കൺസീവ് ചെയ്യാൻ സാധിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മുഴുവനും കാണുക. കാരണം ഈ വീഡിയോയിലൂടെ തൈറോയിഡ് ഉണ്ടെങ്കിലും ഈസിലി കൺസീവ് ചെയ്യാൻ സാധിക്കുന്ന ടിപ്സും അതുപോലെ തന്നെ തൈറോയിഡ് കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ടിപ്സും ലഭിക്കും. അപ്പോൾ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ട്, യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വേഗം തന്നെ കിട്ടുകയുള്ളൂ. അത് മാത്രമല്ല, നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ യൂസ്ഫുൾ ആകുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോസൊക്കെ ഒന്ന് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും കമൻറ്റ് ചെയ്യുക. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലോ എന്തെങ്കിലും മെസ്സേജ് അയക്കാനുണ്ടെങ്കിലോ തീർച്ചയായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ നിങ്ങൾക്കത് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വാട്സപ്പ് നമ്പർ എടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി ഒട്ടും തന്നെ ഡിലേ ഇല്ലാതെ വേഗം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. തൈറോയിഡ് ഗ്ലാൻഡ് നമ്മുടെ നെക്കിലാണുള്ളത്. അതുകൊണ്ട് തന്നെ തൈറോയിഡ് പ്രഗ്നൻസിയെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്ന് ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ്. തൈറോയിഡ് ഗ്ലാൻഡ് TSH ഹോർമോണിൻ്റെ അണ്ടറാണ് വർക്ക് ചെയ്യുന്നത്. ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നാണ് വരുന്നത്. എന്നിട്ട് തൈറോയിഡ് ഗ്ലാൻഡ് തൈറോക്സിൻ ഹോർമോൺ ഫോം ചെയ്യും. ഇനിയും തൈറോക്സിൻ ഹോർമോൺ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സെൽസിൻ്റെയും മെറ്റാബോളിസത്തിന് ഇമ്പോർട്ടൻ്റ് ആണ്. സെല്ലിൻ്റെ മെറ്റാബോളിസം തൈറോയിഡ് ഹോർമോണിൻ്റെ ഈക്വൽ ലെവൽ ഉണ്ടെങ്കിൽ മാത്രമേ നടക്കൂ, അല്ലെങ്കിൽ മെറ്റാബോളിസം സ്ലോ ആകും. ഇനിയും റീപ്രൊഡക്ഷനിൽ എഗ് ഫോമായി റപ്ചർ ആകുന്ന പ്രോസസ്സ്, പീരീഡ്സ് വരുന്ന പ്രോസസ്സ്, ഇതെല്ലാം തൈറോയിഡ് ഗ്ലാൻഡിൽ ഡിപ്പെൻഡൻ്റ് ആണ്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക്, അതായത് തൈറോയിഡ് ഗ്രന്ഥി വർക്ക് ചെയ്യുന്നത് കുറവാണ്, അതുകൊണ്ട് തന്നെ തൈറോക്സിൻ ലെവൽ കുറവാണ്, TSH ലെവൽ കൂടുതലാണ് എങ്കിൽ അതാണ് ഹൈപ്പോ തൈറോയിഡിസം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഓവുലേഷൻ ലേറ്റ് ആകും, മെൻസ്ട്രേഷൻ ലേറ്റ് ആകും, അല്ലെങ്കിൽ പീരീഡ്സിൽ എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാകും. ചിലപ്പോഴൊക്കെ പീരീഡ്സിൻ്റെ ഡേയ്സ് വളരെ കുറവായിരിക്കും. അതിന് കൂടെ തന്നെ എഗ് റപ്ചർ ആകുന്ന പ്രോസസ്സ് നടക്കാതെ ചിലപ്പോൾ അത് ഇൻഫെർട്ടിലിറ്റിക്ക് വരെ കാരണമാകും. ഇനിയും ചിലപ്പോൾ കൺസീവ് ആയാൽ പോലും ഇതൊന്നും കൺട്രോൾ അല്ലെങ്കിൽ മിസ്കാരേജ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തൈറോയിഡിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യം പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു മെയിൻ ഡൗട്ടാണ് ഈ ട്രീറ്റ്മെൻറ്റ് ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിൻ്റെ കൂടെ നാച്ചുറലി എക്സസൈസ്, യോഗ അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് തെറാപ്പീസ് കൊണ്ട് തൈറോയിഡ് മാനേജ് ചെയ്യാമോ എന്നുള്ളത്. ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്ത് ശരിയാക്കാം. ബട്ട് തൈറോയിഡിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൽ ടാബ്ലറ്റ് എടുക്കേണ്ടി തന്നെ വരും. ചിലപ്പോൾ നമ്മൾ ഫുഡൊക്കെ പാചകം ചെയ്യുമ്പോൾ ഉപ്പ് കുറവാണെന്ന് കണ്ടാൽ അതിൻ്റെ മേളിൽ നിന്ന് കുറച്ച് ഉപ്പ് വിതറില്ലേ, അപ്പോൾ ആ ഉപ്പ് ഇട്ടില്ലെങ്കിൽ ആ ഫുഡിന് ഒരു ടേസ്റ്റും കാണില്ല. അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് തൈറോക്സിൻ കറക്റ്റ് അളവിൽ ഫോം ആകുന്നില്ല എങ്കിൽ മുഴുവൻ ശരീരത്തിൻ്റെ മെറ്റബോളിസവും സ്ലോ ആകും. റീപ്രൊഡക്ഷനിലും അതിൻ്റെ എഫക്റ്റ് ഒരുപാടുണ്ടാകും. അങ്ങനെയുള്ളവർ കൺസീവ് ആയാൽ പോലും ഒന്നുകിൽ മിസ്കാരേജ് ഉണ്ടാവും. ഇനിയും അങ്ങനെ മിസ്കാരേജ് ഉണ്ടായില്ലെങ്കിൽ പോലും ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളിൽ മെൻ്റൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ മെൻ്റൽ സബ് അബ്നോർമാലിറ്റി ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് തൈറോയിഡ് ഉണ്ട്, നിങ്ങൾക്ക് കൺസീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ടിപ്സാണ് ഫോളോ ചെയ്യേണ്ടത്? ആദ്യത്തെ കാര്യം, തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ് വളരെ എളുപ്പമാണ്. ഒരു എൻഡോക്രൈനോളജിസ്റ്റിനെ കാണിക്കണം. ടാബ്ലറ്റിന്റെ ഡോസ് നമുക്ക് ക്രമീകരിക്കേണ്ടി വരും. ചിലപ്പോൾ ഡോസ് കൂട്ടണം, ചിലപ്പോൾ കുറയ്ക്കണം. അത് നമ്മൾ ഇതിന്റെ എക്സ്പേർട്ടിന്റെ അണ്ടർ ചെയ്യുമ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇതിന്റെ ടാബ്ലറ്റിന്റെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. മൂന്നാമത്തെ പോയിന്റ്, പ്രഗ്നൻസി ആകാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ തൈറോയിഡ് കൺട്രോളിലായിരിക്കണം. മെഡിസിൻസ് മിസ് ചെയ്യാൻ പാടില്ല. ഡോക്ടറെ തീർച്ചയായിട്ടും കാണിക്കണം.
ഇനിയും കൺസീവ് ആയി കഴിഞ്ഞാലും തൈറോയിഡിന്റെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യേണ്ടതാണ്. ഇൻഫാക്ട് കൺസീവ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ തൈറോയിഡിന്റെ മെഡിസിൻ 20-30% ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ തൈറോയിഡിന്റെ മെഡിസിൻ കറക്റ്റ് ആയിട്ട് എടുത്താൽ TSH ലെവൽ നോർമൽ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ യാതൊരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാകില്ല. അത് മാത്രമല്ല, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്താൽ തൈറോയിഡ് ഉള്ളത് കൊണ്ട് പ്രഗ്നൻസി റേറ്റും കുറയില്ല, മിസ്കാരേജും ഉണ്ടാകില്ല. ഇത് നിങ്ങൾ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ തൈറോയിഡ് ലെവൽ കൺട്രോളിലാക്കി വെച്ചാൽ നോർമൽ ആയിരിക്കും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ ഇനിയും നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ മറ്റു കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. എന്തായാലും റിപ്ലൈ തന്നിരിക്കും. അപ്പോൾ പേഴ്സണലി നിങ്ങളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടും മറ്റും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലൂടെ അത് ഷെയർ ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ എങ്ങനെയാണ് ലഭിക്കുന്നത് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഇവിടെ തന്നെ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പ് നമ്പർ എടുത്ത് വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ഡൗട്ട്സും മറ്റും ക്ലിയർ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ മറ്റുള്ള ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനായിട്ട് നിങ്ങൾ ആരും മറക്കരുത്. അപ്പോൾ മാത്രമാണ് നമ്മൾ ഡെയിലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഇനിയും അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരെയും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, പോസിറ്റീവ് ചിന്തയോടുകൂടി തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. ബൈ ബൈ, ഗോഡ് ബ്ലെസ് യു.